ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ റംഷീന ഉഷാദ്. അപ്പൊ ഏകദേശം 2 മാസത്തിന്റെ മുകളിലായിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അത്യാവശ്യം വ്യൂവും സബും വരുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനൊക്കെ മടി അയക്കണ് അല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളെ ബ്രദറിന്റെ കല്യാണത്തിന്റെ കല്യാണമാണ്. ഇൻഷാ അല്ലാഹ് നാളെയാണ് ജൂൺ 1-ാം തീയതിയാണ് കല്യാണം. ഞാൻ ഈ വീഡിയോ എന്താണെന്ന് അറിയാം. ചിലപ്പോ എനിക്ക് തോന്നിയ മാതിരിയാണ്. ചിലപ്പോ ഞാൻ പെട്ടെന്നിടും, ചിലപ്പോ ഞാൻ സമയം വഴുകും ചെയ്യും, ചിലപ്പോ ഞാൻ ഡിലീറ്റ് ആക്കും ചെയ്യും. സാധാരണ ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ആക്കലാണ്. ഫോണില് മെമ്മറി ഇതാവുമ്പോഴല്ലേ ഫുള്ളായിട്ട് വീഡിയോ ഞാൻ ഇടലില്ല. അപ്പൊ കുറേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് ഏതായാലും കല്യാണത്തിന്റെ തലേന്നാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോ ഞങ്ങൾ 3 പെങ്ങന്മാരുണ്ട്. കാക്കൂണ്ട് അങ്ങാടിക്ക് പോയിട്ട് രാത്രി നമ്മളെ പരിപാടിയൊക്കെ ഉണ്ട്. രാത്രി കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാനിട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ഇനി എല്ലാരും വരുന്നുള്ളൂ. മൂത്തമ്മയും ഇവരൊക്കെ വന്നു. അങ്ങനെ ഓരോ മക്കൾ ഇതാ അവിടെ ഓരോ പരിപാടിയില്. എവിടെ മക്കളെവിടെ വൈകുന്നേരം നല്ല സ്പെഷ്യൽ ആട്ടോ. വൈകുന്നേരം നല്ല സ്പെഷ്യൽ. എന്താണ് ആങ്ങളുടെ കല്യാണമായിട്ട് മൂത്ത താത്താക്ക് എന്താണ് പറയാനുള്ളത്? കല്യാണം എന്ന് പറഞ്ഞിട്ട് പെണ്ണും നാളെയും കൂടെ കല്യാണം. ഇൻഷാ അല്ലാഹ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് അടുത്ത പരിപാടി എന്നാണ് ഞങ്ങൾക്ക്. കാരണം കൊല്ലങ്ങളായിട്ട് ഇതിങ്ങനെ കരുതിയിരിക്കുന്നോണ്ട് മമ്മിയുടെ തല മമ്മി ഷാളിടാതെ കയറി വരുന്നു. പോയി ഷാളിടും മമ്മി. അപ്പൊ എന്തായാലും മമ്മി പോയി. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് മമ്മി ഇതാ വരുന്നു. മമ്മിയുടെ മോന്റെ കല്യാണമായിട്ട് മമ്മിക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം. ഇൻഷാ അല്ലാഹ് അപ്പൊ നാളെ ഇത് കല്യാണം അല്ലേ. അപ്പൊ ഇന്ന് എല്ലാരും കല്യാണം കഴിഞ്ഞാണ് വീഡിയോ ഉള്ളത്, അതുകൊണ്ട് വിഷയമല്ല. അപ്പൊ എന്തായാലും ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഇന്ന് രാത്രികളത്തെ പരിപാടി ഫുള്ള് വെച്ചിട്ടുള്ളത്. കുട്ടികൾ ഇതാ ഒരു മൂലൊക്കെ ഇരിക്കണു. കളിയന്മാര് 2 ഉറപ്പത്ത് കുത്തിരിക്കണു. കളിയന്മാര് കിടക്കണു. അളിയനും കൊച്ചുവർത്താനം പറഞ്ഞ് കിടക്കണു. ഇനി ഒരു അളിയന്റെ കുറവുണ്ട്. അളിയൻ തന്നെയല്ലേ? അളിയൻ തന്നെ അല്ലേ? മൂത്തച്ഛന്. അളയച്ഛന്റെ ഒരു കുറവുണ്ട്. അളയച്ഛന് ഇനി എത്തിയിട്ട് വേണം. കഴിഞ്ഞു. ഫാദർ ഇതാ, റീനു ഇതാ. എവിടെ ഞങ്ങൾ ഓണർ പോയോ? മമ്മി ഇവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ്. മമ്മി ചായ വെക്കാണ്. ചായപ്പൊടി ഞങ്ങൾ പിന്നെ ആദ്യം തന്നെ ചായപ്പൊട്ടും. അപ്പൊ എല്ലാരും ഓരോരോ പണിത്തിരക്കിലാണ് ഗൈസ്. കുട്ടികളിവിടെ കുട്ടികൾ താത്ത ഫോൺ വാങ്ങി പേടിപ്പിക്കുന്നുണ്ട്. കളിയന്മാരുണ്ടാവും. കളിയന്മാര് 2 പേരും. കട്ട എവിടുന്നേലും എടുത്ത് കൊടുക്കും. വള്ളി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഓല അവിടെ കിടക്കട്ടെ. മൂത്തമ്മക്ക് കല്യാണം അതിന്റെ വക ഗിഫ്റ്റ് ഇട്ടിരിക്കണു കയ്യിന്. അങ്ങനെ എന്താ മൂത്തമ്മ വീണതാട്ടോ. മൂത്തമ്മന്റെ കയ്യുമ്മ മെയിലാഞ്ചിട്ട് കാട്ടി കൊടുക്കേ. ഞാൻ മെയിലാഞ്ചിട്ടെടുത്ത് കാട്ടി കൊടുക്കേ. അപ്പൊ വീഡിയോ അങ്ങനെ എടുക്കട്ടെ ഞാന്. അങ്ങനെ ഇമ്മ ഇവിടെ ഇരുന്ന് ഉള്ളി തൊലിക്കുന്നു ഗൈസ്. എന്റെ പെണ്ണ് വന്നുങ്ങാണ്ട് എന്നെ വിളിച്ചേട്ടോ. അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഉള്ളി തൊലിച്ചാണ്. നിങ്ങളെന്താ അവിടെ പോയിരിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൊണ്ട് വന്നതാണ്. കുഞ്ഞോനെ ഉള്ളി തൊലിച്ചോടുത്താ. അമ്മയ്യാളൊക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാരും പാടെ കമ്പനിയായിട്ട് തൊലിച്ചു. അപ്പൊ അമ്മയ്യാളൊക്കെ വരട്ടി വെച്ചിട്ട് ഉമ്മ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഉമ്മക്ക് ധൃതി. അപ്പൊ ഉമ്മ എന്തായാലും ഉള്ളി തൊലിച്ചട്ടെ എന്ന് കരുതി. അമ്മായാളൊക്കെ വരട്ടത് ഇമ്മ നിർത്തിപ്പോയി. പറയണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഗ്രൂം ടു ബി എവിടെ ഗ്രൂം ടു ഇരുന്ന് ഉള്ളി തൊലിച്ചു. പാവം കാക്കു. കട്ടൻ ചായയും വെളുത്തുള്ളിയും. കത്തി എന്തിനാ? കൈയുണ്ടല്ലോ, നഖമുണ്ടല്ലോ. അതാണ് കത്തികാര പവറാണെന്ന്. അളിയന്മാരൊക്കെ ഇരുന്ന് ഉള്ളി ഇരിക്കുന്നു. അവിടെ ഇപ്പിയും കാക്കും അമ്മ വീടേ ഉള്ളി കളിച്ചാൽ വേണ്ടി കാണിക്കേ. അങ്ങനെ അമ്മയോളും എല്ലാരും വന്നിട്ടാ. നാട്ടുമാരൊക്കെ ഇരുന്ന് ഉള്ളി കളിച്ചു.
തൊളിച്ചോളും എല്ലാവരും തൊളിച്ചോളും. കൂട്ടണമെന്ന് കരുതിയതാ, പക്ഷെ കൂട്ടിയില്ല. അങ്ങനെ ഇളയച്ചന്മാരും എല്ലാരും, ഇളയച്ചന്മാരല്ല ആരാത്, ഇത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. കാക്കൻ എന്താ പറയാനുള്ള ഉള്ളി വിളിച്ചണ്ടേ? അങ്ങനെ ഞങ്ങൾ എല്ലാരും ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാട്ടോ. എല്ലാരും ഡ്രസ്സ് മാറ്റണ തിരക്കിലാണ്. എന്റെ സീറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ചുമ്മാ കിട്ടുന്നത് 495 ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് ആകെയുള്ളൊരാങ്ങളെ മേക്കപ്പ് ഓനക്ക് മടി. ഓനെ ഞങ്ങള് പെങ്ങന്മാര് മേക്കപ്പ് ചെയ്യണ്. ഓരോ മൂന്നാളെ തലയെ കാണുന്നത് കിട്ടുന്നുണ്ട്. റെഡി അങ്ങനെ ഓരോരുത്തർ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഇരട്ടായത് കൊണ്ട് ഭയങ്കര ഭംഗിയുണ്ട്, നല്ല വെളിച്ചം. അമ്മായി ചീത്ത അറിയുന്നുണ്ട്. മുത്തമ്മ താണോ പറഞ്ഞില്ല? ശരിയാണ്. മുത്തമ്മയുടെ കയ്യിന് വയ്യാത്തോണ്ട് മുത്തമ്മ പിന്നെ കളർ കോഡിന് വന്നിട്ടില്ല. മുത്തമ്മ കളർ കോഡാണ്, വൈറ്റും ബ്ലാക്കും ഇല്ല. അങ്ങനെ കാക്കു കുറച്ച് ആൾക്കാരെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്, തലേന്നൊക്കത്തെ ഡ്രസ്സ്. സ്റ്റേജുമ്മ ഞങ്ങൾ നമ്മുടെ ഡെക്കറേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് മാറ്റി തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ മെഡൽ ചാമ്പ്യൻ ഞങ്ങളെ പരിപാടിക്ക് വന്നിരിക്കുന്നു. എന്തിന്റെ ചാമ്പ്യനാണ് സംഭവം? ചാമ്പ്യന് നടുവേദന. അങ്ങനെ ഞങ്ങളുടെ ബ്രദർ ഫസിലൊന്നും കൂടി സ്റ്റെപ്പടി ഒരു കൊച്ചുള്ള കൊച്ചാണ്, കണ്ടറിയില്ല. ഒരു പ്രോ താത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കണു. ഒന്നും കൂടി വെക്കും, എന്നിട്ട് നമുക്ക് മറ്റേ ഇവിടെ കൊണ്ടുപോയി നിർത്താം. സുഖം. എങ്ങനെ ഓളോളപ്പച്ചിനെ ഹെൽപ്പ് ചെയ്യണേ. മാമു തിന്നാനാണ്. പോയി അങ്ങനെ എല്ലാരും ഒക്കെ സെറ്റാക്കണ ഇതിലാണ്. ഹായ് മോളെ, എങ്ങടാണ് പൊന്നുമ്മ? താത്ത അടിച്ചതാണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സ് മൊത്തം ബ്ലാക്കില് ഡ്രസ് കോഡൊക്കെ ഓളടിച്ചതാണ്. ഓലൊക്കെ
റെഡി ആക്കണ കേക്കിന് എന്താ ഒരു മിനിറ്റ് ആ വൈ മോളെ എനിക്ക് പൂവാ പറ്റുന്നത് ഇത് കേക്കിൽ വെക്കാനുള്ള പൂവാണല്ലോ ഫോട്ടോഷൂട്ട് അങ്ങനെ ഫുഡടി തുടങ്ങി കറണ്ട് പോയി കഴിച്ചു കരുതന്നിട്ടേ ഉറക്കെടു തികയണില്ല പിന്നെ കലാശക്കൊട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ദിവസം മുന്നേ പ്രാക്ടീസ് ചെയ്ത് നല്ല പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ എല്ലാം ഫ്ലോപ്പായി പോയി. എനിക്കും ജംഷിക്കും സ്റ്റേജുമ്പോൾ കയറി വെക്കുമ്പോൾ ഭയങ്കര മടി. ഞങ്ങൾ കളിച്ചിട്ട് തന്നെ അല്ല കേട്ടോ, എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം കയറിയതായിരുന്നു. പിന്നെ അങ്ങനെ ഓല കളിയും കൂടി ഞങ്ങൾ കൊളാക്കിയിട്ട് ഞങ്ങൾ സ്റ്റേജിൽ വന്നിറങ്ങി. പിന്നെ ചെറുമട്ടത്തിലൊരു ഗ്രൂം ടു ബി പരിപാടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ ഒരു 11:30 ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയം തന്നെയുണ്ട്, അതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ല കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, ലൈക്ക് ചെയ്യുകൊണ്ടു. ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.